വിപ്പ് സ്റ്റിച്ച് പലതരത്തിലുണ്ട്. ഇന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു വിപ്പ് സ്റ്റിച്ചാണ് കാണിക്കുന്നത്. സാധാരണയായി ഫാബ്രിക്കിൻ്റെ എഡ്ജസ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിപ്പ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫാബ്രിക്കിൻ്റെ താഴത്തെ ലെയറിൽ കൂടി നീഡിൽ താഴേക്ക് എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ നോട്ട് കവർ ചെയ്യാൻ സഹായിക്കും. ഇനി നീഡിൽ മുകളിലത്തെ ഫാബ്രിക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഒരു സ്റ്റിച്ച് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫാബ്രിക്കിൻ്റെ എഡ്ജിൽ നിന്നും ഈ എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം ചെയ്ത ഡിസ്റ്റൻസിൽ തന്നെ വേണം രണ്ടാമതും ചെയ്യാനായിട്ട്. എന്നാലാണ് അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം എല്ലാ സ്റ്റിച്ചിനും. അതുപോലെ ഈ രണ്ട് വിപ്പ് സ്റ്റിച്ച് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഈ ത്രെഡ് ടൈറ്റൻ ചെയ്യുക. ഡിസ്റ്റൻസ് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓരോ വിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ത്രെഡ് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വിപ്പ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് വിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ത്രെഡ് കെട്ടുന്നതിന് ഈ ത്രെഡിനുള്ളിൽ കൂടി നീഡിൽ കൊണ്ടുവരിക. ഇങ്ങനെയാണ് ത്രെഡ് ടൈറ്റൻ ചെയ്യുന്നത്. ലാസ്റ്റ് നോട്ടിടുന്നതിന് ഇങ്ങനെയാണ്.